ഹലോ, എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിന്റെ റിബൽ സ്റ്റാർ ഉണ്ണി മുകുന്ദൻ നായകനായ മാർക്കോ റിലീസായിരിക്കുകയാണ്. ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദേനി. സ്ക്രിപ്റ്റും ഹനീഫ് അദേനിയാണ്. ഹനീഫ് അദേനിയുടെ കഥയ്ക്ക് ചില കുഴപ്പങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ആദ്യം സിനിമയുടെ നല്ല ഭാഗങ്ങളിലേക്ക് വരാം. സിനിമ പകുതി വരെ പക്ക ആക്ഷനാണ്, നല്ലൊരു ത്രില്ലറാണ്. പകുതിക്ക് ശേഷവും അത് തന്നെയാണ്. ബാക്കിയുള്ള പ്രശ്നം നമുക്കിനി പറയാം. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഈ പടം. അല്ലാതെ എല്ലാവരും നല്ല പറയുന്നുണ്ട് എന്ന് വെച്ച് ഞാനും നല്ല പറയണമെന്നില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാം, കുഴപ്പമില്ല. എൻ്റെ മാത്രം അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. സിനിമ നല്ല കിടിലൻ ആക്ഷൻ മൂവിയാണ്. കിടിലൻ എന്ന് വെച്ചാൽ മലയാളത്തിലെ ഇറങ്ങാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആക്ഷൻ പടമാണ്. രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ ഇറങ്ങാവുന്നതിൽ വെച്ച് ഏറ്റവും മാക്സിമം ഹൈ ആക്ഷൻ സിനിമയാണ്. ഇതുപോലൊരു പടം മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ആർക്കും ധൈര്യമായി തിയേറ്ററിൽ പോയി കാണാം എന്ന് പറയാം, പ്രായപൂർത്തി ആയവർക്ക്. അപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നല്ലത് എന്ന് വിശേഷിപ്പിക്കാവുന്ന, ഉണ്ണിമുകുന്ദൻ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൽ നിന്ന് ഉണ്ടായ ഒരു സിനിമയാണിത്. അതിനകത്ത് ഒരുപാട് പേര് കൂടെ നിന്നിട്ടുണ്ട്. പ്രൊഡ്യൂസറും എഴുത്തുകാരും എല്ലാവരും വലിയൊരു ടീം തന്നെ നിന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സിനിമയാണിത്. അതിന് സിനിമേൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പകവീട്ടൽ കഥയാണ്. നമ്മൾ കെ ജി എഫ് കണ്ട പോലെ ഒരു കഥയല്ല. ആരും കെ ജി എഫ് പ്രതീക്ഷിച്ച് പോകണ്ട. കെ ജി എഫ് പോലൊരു കഥയല്ല. മലയാളവുമായി ടച്ച് ചെയ്ത് ഒരു കുടുംബ ചിത്രം എന്നുള്ള രീതിയിൽ തുടങ്ങിയാണ് പകയിലേക്ക് പോകുന്നത്. അതാണ് കഥയുടെ ഫസ്റ്റ്. ബാക്കി നമ്മൾ കഥ പറയുന്നില്ല. കഥ പറഞ്ഞാൽ അത് ഇതായിപ്പോവും, സ്പോയിലായിപ്പോവും. അപ്പോൾ നല്ലൊരു ആക്ഷൻ ഡ്രാമ. ആക്ഷൻ ആക്ഷൻ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് ആക്ഷൻ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. മലയാളത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലൊരു ആക്ഷൻ. മ്യൂസിക് ഷാൻ റഹ്മാൻ, അന്യായ മ്യൂസിക്കാണ്. പാട്ട് നമുക്ക് പാട്ടായിട്ട് അങ്ങനെ ഒന്നും പുതിയ പടങ്ങൾ അറിയാമല്ലോ, പാട്ടായിട്ടൊന്നും ആർക്കും കേൾക്കാനൊന്നും ഉണ്ടാകത്തില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊള്ളിയാണ്. ആക്ഷൻ സീനിലെല്ലാം അന്യായ ഫീലാണ് കൊടുത്തിരിക്കുന്നത്. ഉണ്ണിമുന്നിനെ കാണിക്കുമ്പോഴും ഓരോ ഫൈറ്റിലും, ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ അന്യായ ഫൈറ്റ്, അടി എന്ന് പറഞ്ഞാൽ പൂരടി. ആളൊക്കെ നിരന്ന് നിന്നിട്ട് നമ്മളെ എന്താ പറയാ, രാജമൗലി സിനിമയിൽ യുദ്ധമില്ലേ, 100 പേരെ 1000 പേരെ കൊന്നു പോണ യുദ്ധമില്ലേ, അതുപോലുള്ള സംഭവങ്ങളാണ്. തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ടും പോയിരുന്ന് കണ്ട് കോരിത്തരിക്കാൻ പറ്റിയ പടമാണിത്. അത് യൂത്തായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എനിക്ക് തോന്നുന്നു ഈ പടം അത്ര സുഖിക്കത്തുള്ളൂ. പ്രായമുള്ളവർക്ക് അത്ര അങ്ങോട്ട് ചെങ്കാവത്തില്ല സിനിമ. ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത് പുതിയ കാലഘട്ടത്തിൽ, പഴയ കാലഘട്ടത്തിലെ കഥയല്ല, യുദ്ധമല്ല, ആ ഒരു രീതിയല്ല, രാജാക്കന്മാരുടെ കഥയല്ല, പുതിയ കാലഘട്ടത്തിലെ മൊത്തം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, വെടിവയ്പ്പ് കുറവാണ്. സാധാരണ റോക്കി ബായ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വെടിവയ്പ്പാണ്. തോക്ക് കൊണ്ടൊന്ന് നേരത്തുരുതിര ഇടിക്കുന്നു. ഫൈറ്റ് സീക്വൻസ് കുറവായിരുന്നു. പക്ഷേ ഈ ഒരു പടത്തിൽ വരുമ്പോഴത്തേക്ക്, മാർക്കോയിൽ വരുമ്പോഴത്തേക്ക് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഫൈറ്റ്, ഫൈറ്റ് 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 അടി എന്ന് പറഞ്ഞാൽ പൂരടി. പിന്നെ ക്യാമറ കൊണ്ടുപോയിരിക്കുന്ന ഒരു സംഭവം, ഒരു ഫൈറ്റിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഫൈറ്റ് അടിച്ചടിച്ച് കയറി പോകുന്നുണ്ട്. അതിൽ ക്യാമറ പോയിരിക്കുന്നത്, നമ്മൾ പബ്ജി ഗെയിം പബ്ജി ഗെയിം നമ്മൾ ഓൺലൈനിൽ കാണൂലേ, അതുപോലെ സംഭവം പബ്ജി കാണുന്നത് പോലെ ഒരു വേറെ ലെവലിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പാതിക്ക് ശേഷം കൊണ്ട് നിർത്തുന്ന രംഗം, പാതിക്ക് ശേഷം എന്താ പറയണത്, നമ്മളെ എത്ര ലെവലിൽ ഒരു ആക്ഷൻ്റെ മൂഡിൽ കൊണ്ടുപോകാൻ പറ്റുമോ ആ ലെവലിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എല്ലാവർക്കും അത് തോന്നണമെന്നില്ല. ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഒരു 10,000 പേര് കാണുന്നതിൽ, അതായത് ഇതുപോലെ ആക്ഷൻ പടങ്ങൾ കാണുന്നതിൽ ഒരാളെങ്കിലും ക്രിമിനലായിട്ടുള്ള ഒരാളുണ്ടാവും. ഒരു പിടിച്ചുപറിക്കാരോ ഗുണ്ടകളോ ഏതെങ്കിലും ലെവലിലുള്ള ഒരാളുണ്ടാകും. അപ്പോൾ അവർക്ക് ഇത് ഞാനും ചെയ്താൽ കൊള്ളാം എന്നുള്ള രീതിയിൽ എത്തുന്ന ഒരു സംഭവം അവർക്ക് ഇതിനകത്ത് കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ പറയാം, അത് സിനിമയാണെന്ന് പറയാം. സിനിമയാണെങ്കിൽ കൂടിയും നമ്മൾ ചില സിനിമകൾ കാണാൻ നമുക്കത് മനസ്സിലേക്ക് ഇറങ്ങാറുണ്ട്. അതിലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ നമ്മളായി മാറും. അങ്ങനെയാണ് എല്ലാവരും സിനിമ ആസ്വദിക്കുന്നത്. അതിലെ ഏതെങ്കിലും കഥാപാത്രം നമ്മളാണെന്ന് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് സങ്കല്പിച്ചുകൊണ്ടാണ് സിനിമകൾ കാണുന്നത്. അങ്ങനെയാണ് സിനിമകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടപ്പെടാതെ പോകുന്നത് ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴത്തേക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവസാനം ഒരു 10 മിനിറ്റ് ഒരു സംഭവമുണ്ട്. ഒരു
അത് പറയാൻ പറ്റില്ല, കഥ പറയാൻ പറ്റില്ല. കുറച്ച് പേരെ കൊല്ലുന്ന സംഭവമാണ് അതിനകത്ത്. 10 മിനിറ്റും ഒരു സാമാന്യം ഒരു സാധാരണക്കാരനാണെങ്കിൽ തല കുനിച്ചിരിക്കത്തുള്ളൂ. ആ രീതിയിൽ ഉള്ള കൊലപാതകങ്ങളാണ്. അതിൽ ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളെ 10 വയസ്സ്, 12 വയസ്സ്, 8 വയസ്സ് ഒക്കെയുള്ള കുട്ടികളെ തലക്കടിച്ച് മാരകമായി ഇത് ഗ്യാസ് കുറ്റി കൊണ്ടും ചുറ്റിക കൊണ്ടും അടിച്ച് പൊട്ടിക്കുന്ന രംഗം വ്യക്തമായിട്ട് സീൻ ചെയ്ത് വെച്ചേക്കും, അത് കാണിച്ചു വെച്ചേക്കുന്നു. അത് എല്ലാ സിനിമകളിലും കൊച്ചുകുട്ടികളെ കൊല്ലുന്നത് കാണിക്കും. പക്ഷെ അതിനൊക്കെ ഒരു ഹൈഡിങ് ഉണ്ടാവും. അതായത് മറ്റുള്ളവരിത് കാണാൻ പാടില്ല. നമുക്ക് കാണാവുന്നതും കണ്ടുകൂടാത്തതുമായ കാര്യങ്ങളുണ്ട്. മലയാള സിനിമയിലും തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലും നമ്മളെ സൗത്ത് ഇന്ത്യൻസിൻ്റെ, നോർത്ത് ഇന്ത്യൻസിൻ്റെ സിനിമകളിൽ അത് നമ്മൾ ഇന്ത്യക്കാരെല്ലാം സിനിമ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണിച്ചു കൊടുക്കാമെന്ന് ഡയറക്ടർക്ക് ഒരു കലയോടുള്ളൊരു നീതിയുണ്ട്. അതിനപ്പുറത്തേക്ക് കാണിക്കാൻ പാടില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കൊക്കെ സുഖമായിട്ട് ഇതുപോലൊരു സിനിമ എടുക്കാം. തലമുണ്ട അടിച്ചു പൊട്ടിക്കുന്നതും തലച്ചോറ് വെളിയിൽ വരുന്നതൊക്കെ കാണിക്കാം. പക്ഷെ അവർ അതിനോട് കാണിക്കുന്ന നീതിയുണ്ട്. ഇത് മറ്റുള്ളവർ കാണും, എൻ്റെ ആരാധകർ കാണും എന്നുള്ള ഒരു നീതിയുണ്ട്. വേണമെങ്കിൽ പറയാം, ഉണ്ണിമുകുന്ദന് മാക്സിമം കിട്ടുന്നൊരവസരമാണ്. അത് ആദ്യം ഒരു കയറി വരുന്ന നടന്നുള്ള രീതിക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും അതെല്ലാം കാണിച്ച് എങ്ങനെ സ്റ്റാറാവുക എന്നുള്ള ലക്ഷ്യമാണ്. അതിൽ നിന്നും ഉണ്ടാവാതിരിക്കാം ഈ ഒരു രീതിയിലുള്ള പടങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു പടം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതുപോലെ പടങ്ങൾ വരണം, ഇതുപോലുള്ള ആക്ഷൻ പടങ്ങളും നല്ല കിടിലൻ പടങ്ങൾ വരണം ഇതുപോലുള്ള. പക്ഷേ ഇതുപോലുള്ള അടിച്ചു പൊട്ടിക്കൽ, കൊച്ചു കുട്ടികളെയും സ്ത്രീകളെയും ഈ രീതിയിൽ ഉപദ്രവിക്കുന്ന സീനുകൾ ഒരിക്കലും വരാൻ പാടില്ല. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളെ അടിച്ചു പൊട്ടിക്കുന്നത്, ഒരു ഗർഭിണി എടുത്ത് കാണിക്കുന്നത്, ഇതൊക്കെ എന്തിനാണ് ഇത്രയും ബ്രൂട്ടലായിട്ട് കാണിക്കുന്നത്? നമ്മൾ അല്ലാതെ തന്നെ നമ്മളെ കഥ നമ്മൾ ക്ലിക്കായി, നമ്മൾ കഥയായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. ഇനി ഫൈനലി ആ രീതിക്ക് കൊണ്ട് നിർത്തി, ഫാമിലി ഒക്കെ ആയിട്ട് കൊണ്ട് നിർത്തി, എന്നിട്ട് അവിടെ നിന്ന് പക വീട്ടി അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തിനാണ് ഈ കൊച്ചു കുട്ടികളെ, ഈ ഹനീഫ് അദേനിക്ക് കൊച്ചു കുട്ടികളെ, എനിക്ക് തോന്നുന്നു അവരെ പുള്ളിക്ക് എന്തോ ഒരു കൊച്ചു കുട്ടികളെ കാണിച്ചിട്ട് മറ്റുള്ളവരെ വിഷമിപ്പിക്കുക എന്നുള്ളത്, ആ രീതിയിൽ നിന്നുണ്ടാകുന്ന കഥയ്ക്ക് കൂടുതൽ പവർ ഉണ്ടാകുമെന്ന് ഹനീഫ് അദേനി തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് മുമ്പ് ഒരു പടമുണ്ട് ഗ്രേറ്റ് ഫാദർ എന്നിട്ട്, അതിലും സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന പുള്ളിയാണെന്നാണ് എൻ്റെ അറിവ്. അതിലും കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുമെന്ന് കൊല്ലുന്നതൊക്കെ, പക്ഷെ അതിലൊന്നും ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല. അവർ ഇങ്ങനെ ഹൈഡ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഗ്യാസ് കുറ്റിയൊക്കെ തലയ്ക്ക് അടിച്ചടിച്ചടിച്ചടിച്ച്, അത് ഒരടിയല്ല, അടിച്ച് തകർക്കുന്നത് പച്ചയ്ക്ക് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാണുന്ന ഒരാൾക്ക് വയറ് മറിച്ചിട്ട് ഛർദി വരും എന്നുള്ളൊരു രീതിയിലോട്ട് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആ ഒറ്റ സീനും അതുപോലുള്ള 2 സീനുണ്ട്. ഗർഭിണിയുടെ അടുത്ത് കാണിക്കുന്ന സീനുണ്ട്. പക്ഷെ അത് കുറച്ച് ഓവറായിപ്പോയി. ആ രീതിക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ അവിടെ മാത്രം അവർ കുറച്ച് ഭാഗങ്ങൾ ഹൈഡ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ വേറെ ഒരു ലെവലായിപ്പോയി. എല്ലാവരും തിയേറ്ററിൽ ഞാൻ ഇരുന്നപ്പോൾ കണ്ടായിരുന്നു, കുറച്ച് ആൾക്കാരൊക്കെ തല കുനിച്ചിരിക്കുന്നു. ഞാനും തല കുനിച്ചു. എന്നിട്ട് ഞാൻ എല്ലാവരും മുഖത്ത് നോക്കി. അപ്പോൾ എല്ലാവരും കുറേയൊക്കെ സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം കണ്ണ് മറച്ചിരിക്കുന്നു. നമുക്ക് പൈസ കൊടുത്ത് തിയേറ്ററിൽ സിനിമ കാണാൻ കയറിയിട്ട് തല കുനിച്ചിരിക്കേണ്ട അവസ്ഥ. കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റാത്തതുകൊണ്ട്, കാണാൻ പറ്റാത്ത സാധനം എന്തിനാണ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്ത അത് ഇപ്പോൾ ഡയറക്ടർ അറിയാമല്ലോ, ഇങ്ങനെ ഒരാൾ സാധനം കാണിച്ച ആൾക്കാർക്ക് പിടിക്കത്തില്ല. അത് കാണിക്കരുത് ഒരിക്കലും. അതുപോലെ ഇനി നമ്മൾ ടി വിയിൽ വരും, ഈ സിനിമ ടി വിയിൽ വരും, എ സർട്ടിഫിക്കറ്റ് വരും, ടി വിയിൽ വരും. അത് കൊമേഴ്ഷ്യൽ പടമായിട്ടാണ് എടുത്തേക്കുന്നത്. എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ പഴയ എ പടം പോലെയല്ല എടുത്തേക്കുന്നത്. ഇതവർ ഒരു കൊമേഴ്ഷ്യൽ പടം പോലെയാണ് അവർ ഇറക്കിയിരിക്കുക. അപ്പോൾ എല്ലാവരും കാണും. അച്ഛനും അമ്മയും പോകുമ്പോൾ കുട്ടികളെ ഉറപ്പായിട്ടും കൊണ്ടുപോകും. കുട്ടികളെ ഞാൻ പോയി തിയേറ്ററിൽ കുട്ടികളുണ്ടായിരുന്നു. അല്ലാതെ അവിടെ 18 വയസ്സിന് താഴെയുള്ളവർക്ക് കയറിക്കൂടാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നിബന്ധനയൊന്നും അവിടെ വച്ചിട്ടില്ല. ആരും വച്ചിട്ടില്ല. കുട്ടികളകത്ത് കയറ്റായിരുന്നിട്ടില്ല. കുട്ടികളൊക്കെ വന്ന് കയറുന്നുണ്ട്. ഇതെല്ലാം കുട്ടികൾ ഇരുന്ന് കാണുകയാണ്. തലക്കടിച്ചു കൊല്ലുന്നത്, ഗ്യാസ് ഊറ്റിയുണ്ട്, വേറെ ഉണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ കഥയ്ക്കൊരു പ്രശ്നം വരും. ഇതെനിക്ക് എടുത്ത് പറയേണ്ടി വന്നു. ആ രീതിക്കുള്ള സീനുകളുണ്ട്. വലിച്ചു കീറുന്നത്, ഒരാളിനെയൊക്കെ വലിച്ചു കീറുന്നതൊക്കെ അതൊക്കെ കാണിക്കാം. പക്ഷെ ഒരു ഭയാനകമായിട്ട് അത് കാണിച്ചുള്ളത്. ഞാനെന്തായാലും അത് ആ സീനിലൊക്കെ തല കുനിച്ചാണ് ഇരുന്നത്. അപ്പം അത്തരം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് സിനിമയ്ക്കകത്ത്. ഇത്തരം പ്രശ്നങ്ങൾ അത് ആ ഫൈനല് ക്ലൈമാക്സിൽ വരുമ്പോഴേ ഉള്ളൂ. ബാക്കി അതുവരെ ഒരു രക്ഷയില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഫൈറ്റും ആക്ഷനും, ഉണ്ണിമുകുന്ദൻ്റെ സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഈ പടത്തിനകത്ത് ഹനീഫ് അദേനി ആ രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു
KGF വെള്ളി മലയാളത്തിൽ വന്നതാണ്. KGF ഒന്നുമല്ല എന്നുള്ള രീതിക്ക് മലയാളത്തിൽ വന്നതാണ്. KGF ഓക്കെ, അത് ഓക്കെ, തെലുങ്ക് പടമാണ്. നമുക്ക് തെലുങ്ക് കന്നഡ പടങ്ങൾ ഒക്കെ മാറ്റി വെച്ച് മലയാളത്തിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ആക്ഷൻ, ഏറ്റവും പക്ക എൻ്റർടൈനർ ആയിട്ടുള്ള ഈ ആർക്കുമല്ല, നമുക്കൊരു മിഡിൽ ഏജുകാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആക്ഷൻ. പക്ഷേ ഈ ഒരു സംഭവങ്ങൾ എല്ലാവർക്കും കൊണ്ട് സ്വീകരിക്കത്തില്ല. ആ ലാസ്റ്റ് വരുന്ന സംഭവങ്ങൾ ബാക്കിയൊക്കെ ഓക്കെയാണ്, കൈവിട്ടും കാലുവിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെട്ടലും ചാറ്റലും തലകേർപ്പിക്കലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വിഷയമല്ല, അത് നമ്മൾ കണ്ട് കണ്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞ്. പക്ഷെ കുട്ടികളിലത്ത് ഒരു രീതിയിൽ കാണിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കൊച്ചു കുട്ടികളിലത്ത് അത് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. ഈ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളത്. ബാക്കി സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരുന്നത് ധൈര്യമായിട്ട് എൻജോയ് ചെയ്യാം. ആർക്കും കൊടുക്കണ പൈസ മുതലാണ്, ആ രീതിക്കുള്ള സിനിമയാണ്. ഇനി അത് OTTയിൽ വരുമ്പോഴും ടി വിയിൽ വരുമ്പോഴൊക്കെ എത്രത്തോളം അത് മാറ്റി കാണിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. എന്തായാലും തിയേറ്ററിൽ കൊച്ചു കുട്ടികൾ പോയി കാണുന്നുണ്ട്, അത് ആരും അവിടെ തടഞ്ഞു നിർത്തുന്നൊന്നുമില്ല. എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതിനൊരു പ്രശ്നം പിന്നീട് ഭാവിയിലുണ്ടാകും. കൊച്ചു കുട്ടികൾക്ക് ഇതൊന്നും വലിയ സംഭവമല്ലാത്തട്ടെ തോന്നും. വളർന്നു വരുന്ന തലമുറയ്ക്ക് ഇതൊന്നും ഒരു വലിയ കാര്യമല്ല, തലയടിച്ച് പൊളിക്കാം എന്നുള്ള ഒരു രീതിയൊക്കെ അവർക്ക് വരും. കണ്ടുകൊണ്ടിരിക്കുന്ന ക്രിമിനലായിട്ടുള്ള ആൾക്കാർക്കും ഇതെല്ലാം ആ ഒരു രീതിയിലോട്ട് അവരെത്തും. അവർക്ക് എത്രത്തോളം അവർക്ക് ആൾക്കാരെ പേടിപ്പിക്കാം എന്നുള്ളതൊക്കെ ഇതിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഒരാളിനെ എങ്ങനെയെല്ലാം പേടിപ്പിക്കാം, പീഡിപ്പിക്കാം, ചൂഷണം ചെയ്യാം, എന്തെല്ലാം ക്രിമിനലിസം കാണിച്ച് അവരെ നിന്ന് തട്ടിപ്പറിക്കാം, വീട് കൊള്ളയടിക്കാം, ഏതൊക്കെ രീതിയിൽ അത് കാണിച്ച് ഐഡിയാസ് എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ക്രിമിനലായിട്ട് ഒരാൾ ഒരു വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് വായ വലിച്ചു കീറുക, ആ രീതി വായ രണ്ടായിട്ട് വലിച്ചു കീറുക, അങ്ങനെയൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഈ ഒരു പടത്തിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. 1000 പേര് കാണുമ്പോൾ ഒരാൾക്ക് അത് ക്ലിക്കാവും. അത് ഏതോ ഒരു പടമായാലും അങ്ങനെയാണ്. അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും സൂപ്പറാണ്. തിയേറ്ററിൽ പോയി ധൈര്യമായിട്ട് കാണാം. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പടമാണ്. ഇനി ഇതിൽ തൊട്ട് നല്ല നല്ല ആക്ഷൻ, ഒരു ആക്ഷൻ വന്നാലേ അതിൻ്റെ അപ്പുറത്തൊരു ആക്ഷൻ വരും. ഒരു സെഞ്ചുറി അടിച്ചാൽ ഡബിൾ സെഞ്ചുറി വരും, ഡബിൾ സെഞ്ചുറി അടിച്ചാൽ ട്രിപ്പിൾ സെഞ്ചുറി വരും. അതുപോലെ ഒന്നിനും ഇത് ഒന്നാണ്ട് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ നെഗറ്റീവ് കൊച്ചിൻ്റെ തലയടിച്ച് പൊളിക്കുന്നത് ആ ഭാഗങ്ങൾ കൊച്ചുങ്ങളെ മാറ്റി നിർത്തി, കൊച്ചുങ്ങളെ സ്ത്രീകളെയൊക്കെ മാറ്റുക, കഠിനമായി ഉപദ്രവിക്കുന്നത് മാറ്റി നിർത്തി ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിപ്പോൾ കഠിനമാക്കിയെങ്കിൽ അടുത്തത് അതികഠിനമായിരിക്കും. ഇതിനേക്കാളും വലിയ സംഭവമായിട്ട് അടുത്തൊരു പടത്തിൽ ഒരാൾ ചെയ്യുള്ളൂ. കാര്യം അവൻ ചെയ്തതിനെക്കാട്ടിയും മേലിൽ എനിക്ക് ചെയ്യണം എന്നുള്ള രീതിക്ക് ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് വിചാരിക്കാൻ, മനസ്സുകൊണ്ട് പോലും വിചാരിക്കാൻ പറ്റാത്ത രീതിക്ക് ചെയ്തു വയ്ക്കും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നല്ല നല്ല സിനിമകൾ ഇനി ഉണ്ടാവട്ടെ. ഇത് ഒരു ബെസ്റ്റ് മൂവിയാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും. നല്ല ഹൈപ്പിൽ പോവും, നല്ല ഹിറ്റാവും, ഉറപ്പായും പടം നല്ല ഹിറ്റാവും. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു മാറ്റുള്ളൂ. ഒരിക്കലും കൊച്ചു കുട്ടികളുമായി ഫാമിലി ഈ പടം തിയേറ്ററിൽ പോയി കാണരുത്. കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പോയി കണ്ടു കുഴപ്പമില്ല. ഫാമിലി ഒരിക്കലും കൊച്ചു കുട്ടികളുമായി തിയേറ്ററിൽ പോയി കാണരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. നല്ല കിടിലൻ മൂവിയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ഇതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു.